സെബാൻ കപ്പലിന്റെ വേഗത നോട്ടിക്കൽ മൈൽ ക്രമത്തിൽ കുറച്ച് തീരത്തോട്ടടുപ്പിച്ചു. തുടർച്ചയായി 36 മണിക്കൂർ ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. അർജന്റീനയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ടൂറിസ്റ്റ് സഞ്ചാരികളെയും കൊണ്ട് പുറപ്പെട്ട ആ ഉല്ലാസക്കപ്പൽ സൗത്ത് പസഫിക് ഓഷ്യൻ വഴി ന്യൂസിലാൻഡ് തീരത്തെത്തിയപ്പോൾ പതിവ് പോലെ അവിടെ നങ്കൂരമിട്ടു. കപ്പൽ സഞ്ചാരികൾക്ക് ഒരു ഇടത്താവളമാണ് ന്യൂസിലൻഡ്. 12 മണിക്കൂറാണ് അവിടെ ഹോൾട്ടാണ് ആ കപ്പൽ. ആ സമയത്താണ് പലരും തങ്ങൾക്ക് ആവശ്യമുള്ള പലതും സിറ്റിയിലിറങ്ങി പർച്ചേസ് ചെയ്ത് തിരികെ കയറുന്നത്. മലയാളികളായ സെബാസ്റ്റ്യൻ ജോയ്ക്ക് ചെറുപ്പം മുതലേ കപ്പൽ കമ്പമാണ്. അവന്റെ ഇഷ്ടപ്രകാരമാണ് നാട്ടിലെ പഠനം കഴിഞ്ഞ ഉടനെ കപ്പലോട്ടം പഠിക്കാൻ വേണ്ടി മാതാപിതാക്കൾ നെതർലാൻഡ്സിലേക്ക് അവനെ അയച്ചത്. അവിടുത്തെ ഈജിയൻ സൈലിംഗ് സ്കൂളിൽ നിന്നും ട്രെയിൻ ചെയ്ത അവൻ നല്ലൊരു കപ്പിത്താനായി മാറി. ആ കമ്പനി തന്നെ സെബാന് പ്ലേസ്മെന്റ് നൽകി. അങ്ങനെയാണ് ഈ യൂറോപ്യൻ ഉല്ലാസ നൗകയുടെ കപ്പിത്താനായി മാറിയത്. സൈബാൻ തന്റെ ക്യാബിനിൽ ചെന്നു. ഫോൺ റേഞ്ച് ഫുള്ളാണ്. അവന് ആശ്വാസമായി. ലിജിയെ വിളിക്കാം. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിക്കണമെന്ന അമ്മച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ലിജിയെ പെണ്ണ് കാണാൻ പോയത്. കണ്ടു, ഇഷ്ടപ്പെട്ടു. എൻഗേജ്മെന്റ് നടന്നു. അടുത്ത ലീവിന് നാട്ടിലെത്തിയാൽ മനസ്സമ്മതവും മിന്നുകെട്ടും വിവാഹവും. പോരുമ്പോൾ നമ്പറൊക്കെ കിട്ടി. ആദ്യത്തെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ലിജിയുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സൈബാനായി. കപ്പലുമായി കടലിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ റേഞ്ച് കിട്ടാൻ പാടാണ്. അങ്ങനെ ഈ ഒരാഴ്ച അവളുമായി കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അവൾ മറ്റൊരു കോളിലായിരുന്നു. തൻ്റെ കോള് കാണുമ്പോൾ ലിജി വേഗം എടുക്കുമെന്ന് കരുതി. വാട്സപ്പ് കോളിംഗ് ബിസിയാണ്. തിരിച്ചു വിളിക്കുമെന്ന് കരുതി സൈബാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. വീണ്ടും ശ്രമിച്ചപ്പോഴും അവൾ ബിസിയാണ്. അപ്പോഴാണ് സെബാൻ ഓർത്തത് അവളുടെ അമ്മയുടെ നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കാം. അതിൽ റിങ് ചെയ്ത ഉടനെ ലിജിയുടെ അനിയത്തി മറിയ ഫോൺ എടുത്തു. ഹലോ, ആരാ? ലിജിയാണോ? അല്ല, ഞാൻ മറിയാണ്. ഇതാരാ? ഞാൻ സെബാൻ. ലിജിയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ. അവൾ കുറേ നേരമായി ബിസിയാ, അതുകൊണ്ടാണ് ഇതിൽ വിളിച്ചത്. ആ, സെബി ചേട്ടനാണോ? അതെ ചേട്ടാ, ചേച്ചി കൊച്ചച്ചനോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? എനിക്ക് ഉൾക്കടലിലൊന്നും റേഞ്ച് കിട്ടില്ല. ഞാനിപ്പോൾ ന്യൂസിലാൻഡിലെത്തി. ഇപ്പോഴാണ് അവളെ വിളിക്കാൻ പറ്റിയത്. ഇന്ന് രാത്രിയോടുകൂടി ഇവിടുന്ന് വിടും. പിന്നെ ഓസ്ട്രേലിയയിലെത്താതെ വിളിക്കാൻ പറ്റില്ല. ആണോ സെബാൻ ചേട്ടാ? ഞാനിപ്പോൾ തന്നെ ലിജി ചേച്ചിക്ക് ഫോൺ കൊടുക്കാവേ. അങ്ങനെ മറിയ ഫോൺ കൊണ്ടുപോയി ലിജിക്ക് കൊടുത്തു. അവർ ഉദാസീനതയോടെ മറിയ നൽകുന്ന ഫോൺ കൈകൊണ്ട് തട്ടിമാറ്റി കൊണ്ടുപോയെന്ന അനിയത്തിയോട് ആംഗ്യം കാണിച്ചു. പക്ഷെ മറിയ കൂട്ടാക്കിയില്ല. ഋതുവിനോട് സംസാരിക്കുന്നത് ചേച്ചിയുടെ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി. പകരം സെബാൻ ലൈനിലുള്ള ഫോൺ കൊടുത്തു. അനിയത്തിയുടെ പരാക്രമം കണ്ടപ്പോൾ ലിജിക്ക് അനുസരിക്കാതെ നിവർത്തിയില്ല. മിനിയമ്മയുടെ മകൻ ഋതു എന്ന നാട്ടിൽ തന്നെയുള്ള യുവാവുമായി പ്രണയബന്ധം മറിയയ്ക്കറിയാം. അതുകൊണ്ട് മറിയയെ ദേഷ്യം പിടിപ്പിച്ചാൽ എല്ലാം പൊളിയും. ഫോൺ ലിജിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ മറിയ പതുക്കെ പറഞ്ഞു, ചേച്ചി ബിസിയായത് കൊച്ചച്ചൻ വിളിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു സെബാൻ ചേട്ടനോട്. ചേച്ചി അങ്ങനെ പറഞ്ഞാൽ മതി തൽക്കാലം. ലിജി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് ഹലോ പറഞ്ഞു. ഹലോ ലിജി, ഇത് ഞാൻ സെബാൻ. ഞാൻ എത്ര നേരമായിരുന്നു വിളിക്കുന്നത്, കിട്ടുന്നില്ലല്ലോ. എന്തെടുക്കാണ്? ചേട്ടാ, ഞാൻ കൊച്ചച്ചനോട് മിണ്ടുകയായിരുന്നു. കൊച്ചച്ചൻ ഒരിടത്ത് പോയി കുടുങ്ങി. വഴി പറഞ്ഞു കൊടുക്കായിരുന്നു. ഓ, അത് സാരമില്ല. ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണ്. ഇനി നേരെ ഓസ്ട്രേലിയയിലേക്ക്. 3 ദിവസം കഴിഞ്ഞ് അവിടെ എത്തും. പിന്നെ 2 ദിവസം ഫ്രീ ആണ്. അന്ന് ഇഷ്ടം പോലെ വിളിക്കാം. എപ്പോഴും 12 മണിക്കൂർ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ സെബാന്റെ കോൾ സ്വർഗത്തിലെ കട്ടുറും എന്ന പോലെ ഋതുവുമായി പ്രണയസല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവളുടെ രസചരട് മുറിഞ്ഞതിലുള്ള ദേഷ്യം ഉള്ളിലൊതുക്കി നീരസത്തോടെ ആ ഓ ഏ എന്ന് മാത്രം സെബാന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു ലിജി. എങ്കിലും സെബാൻ 1 മണിക്കൂറോളം അവളോട് സംസാരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കോൾ വെച്ചപ്പോൾ മറിയ ചോദിച്ചു, ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ പാവത്തിനിട്ട് വട്ടം കറക്കുന്നത്? എൻഗേജിന് മുൻപ് പറയാമായിരുന്നില്ലേ? ഇനിയിപ്പോൾ മനസ്സമ്മതവും മിനുകെട്ടും ഒക്കെ വരുന്നു. ഇങ്ങനെ പോയാൽ ചേച്ചി എന്തു ചെയ്യും? ആ ഋതുവേട്ടനെ വിട്ടൂടെ? നാട്ടിലെ എല്ലാ കൊളരുതായ്മയിലും മുന്നിൽ നിൽക്കുന്ന ആളെ തന്നെ വേണോ ഇങ്ങനെ വട്ടം ചുറ്റി പ്രണയിക്കാൻ? കുറേ നാളായല്ലോ ഇത്. എന്താ ഉദ്ദേശം? ആ പാവത്തിനെ വഞ്ചിക്കാനാണോ പരിപാടി? കടലിലൂടെ സഞ്ചരിക്കുന്ന അങ്ങേർക്ക് മൊബൈലിൽ വല്ലപ്പോഴും കിട്ടുന്ന റേഞ്ച്. ആ നേരത്തെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പാടില്ലേ? പുള്ളി എന്ത് കരുതും? എന്ത് വേണമെങ്കിലും കരുതട്ടെ, നീ ഇതിലിടപെടണ്ട. അപ്പോൾ പേരിനൊരു ഭർത്താവും അയാളെ പൊട്ടനാക്കി ചേച്ചിക്ക് ഇവിടെ പ്രേമിച്ച് സുഖിക്കാനാണ് പരിപാടിയല്ലേ? ഇതൊന്നും ശരിയല്ല കേട്ടോ. ദേ മറിയ, എന്നെ വെറുതെ ചുമ്മാ ചൂട് പിടിപ്പിക്കല്ലേ. നീ കുരുപ്പ് പിടിച്ച ഋതു കുറച്ച് ദിവസം പിണങ്ങിയപ്പോൾ ആ സമയത്ത് വന്ന ആലോചനയിൽ ചുമ്മാതെ കിണിഞ്ഞു പോയതാണ്. ഇപ്പോൾ എങ്ങനെ തല ഊരണമെന്ന് അറിയാതിരിക്കുകയാണ് ഞാൻ. ഹോ, അത് ശരി. അപ്പോൾ സെബിച്ചേട്ടൻ്റെ മാതാപിതാക്കൾക്കും സെബാനും ഗംഭീരമായി ഇവിടെ എൻഗേജ്മെന്റ് നടത്തി ഇവിടുത്തെ അപ്പച്ചനും നമ്മളും വാക്കുകൊടുത്തതോ? അത് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിപ്പോൾ കിടന്ന് ഒരുങ്ങുന്നത്. ലിജി ദേഷ്യത്തിൽ ഒരു പ്രത്യേക ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
ഇതൊരു വഴിക്ക് പോവില്ല, മറിയയ്ക്ക് തോന്നി. മറിയയ്ക്ക് സെബാനെ ഓർത്തപ്പോൾ വലിയ സങ്കടമായി. എന്തൊരു സ്നേഹമുള്ള ഏട്ടനാണ്. ചേച്ചിക്ക് നല്ല മാച്ചായിരുന്നു. നല്ലൊരു ജീവിതം കൈവന്നിട്ടും ചേച്ചിക്കിപ്പോഴും ആ പഴയ പ്രണയച്ചൂടിലാണ്. അവനത്ര കൊള്ളില്ലെന്നേ. ഈ ഋതുവിൻ്റെ അപ്പൻ ഒരു ഹൗസ് ബോട്ട് സ്വന്തമായിട്ടുള്ള ആളായിരുന്നു. കായലോരത്ത് വിനോദത്തിനും വിശ്രമത്തിനും എത്തുന്ന തദ്ദേശീയരും അപൂർവം ചില ടൂറിസ്റ്റുകളെയും കയറ്റി കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു അയാളും കുടുംബവും കഴിയുന്നത്. ഈയിടെ അയാൾ മരിച്ചപ്പോൾ തൊട്ട് ഈ ഋതുവാണ് ആ ഹൗസ് ബോട്ട് ഇപ്പോൾ ഓടിക്കുന്നത്. തൻ്റെ കുഞ്ഞുനാളിനെ അറിയാം ചേച്ചിയുമായി പ്രണയത്തിലാണ് ഈ ഋതു. പക്ഷേ ഈ അടുത്ത് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ചേച്ചി ഋതുവുമായി കുറച്ച് നാൾ പിണങ്ങിയിരുന്നപ്പോഴാണ് സെബാസ്റ്റ്യൻ ജോ എന്ന കപ്പിത്താൻ വിവാഹാലോചനയുമായി വരുന്നത്. ചേച്ചിയുടെ പ്രണയബന്ധങ്ങളൊന്നും അറിയാതിരുന്ന അപ്പച്ചനും അമ്മച്ചിയും ആ വിവാഹത്തിന് ഒരുക്കം കൂട്ടി. അടുത്ത അവധിക്ക് സെബാൻ ചേട്ടൻ വന്നാൽ ചേച്ചിയുമായുള്ള വിവാഹം സ്വപ്നം കണ്ടാണ് അവർ ഇരിക്കുന്നത്. കടൽ തിരമാലകളെ മുറിച്ച് ഓരോ തീരത്തണയുന്ന കപ്പലിനെ പോലെ തൻ്റെ ജീവിതവും ഒരു നല്ല തീരത്താണ് എന്ന മോഹം കൊണ്ടായിരിക്കും ഈ സെബാൻ ചേട്ടനും ഓരോ ദിനവും തള്ളി നീക്കുന്നത്. അതൊക്കെ വൃഥാവിലാണെന്നറിയുമ്പോൾ ഒരുപക്ഷെ ചേച്ചി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയാൽ അയാൾക്കത് എന്തുമാത്രം ഷോക്കായിരിക്കും. പാവം സെബാൻ ചേട്ടൻ ഓർത്തപ്പോൾ മറിയയ്ക്ക് സങ്കടം തോന്നി. അവൾ അമ്മച്ചിയുടെ ഫോണെടുത്ത് നേരത്തെ വന്ന ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. 1-2 റിംഗ് ആയുള്ളൂ. അപ്പോഴേക്ക് സെബാൻ കോൾ എടുത്തു. ഹലോ, ലിജിയാണോ? അല്ല, ഞാൻ മറിയയാണ്. എന്താ മറിയ? സെബാൻ ചേട്ടാ, നിങ്ങളുടെ കപ്പലിൽ എത്ര ആൾക്കാരുണ്ടാകും? ഇത് വലിയ കപ്പലല്ല, ഒരു ഉല്ലാസ നൗകയാണ്. ഇതിൽ 150 ആൾക്കാരാണ് പാസഞ്ചേഴ്സ് ഉണ്ടാവുക. മോട്ടൽ റെസ്റ്റോറൻറ്റ്, ബാർ, ക്ലബ്ബ്, ഡാൻസ് ഹബ്ബ്, കാസിനോ, ഗെയിം ഹാൾ, അങ്ങനെ പല വിനോദ കേന്ദ്രങ്ങളും ഇതിനുള്ളിലുണ്ട്. ആണോ? എന്ത് രസമായിരിക്കുമല്ലേ അതിനുള്ളിൽ? അവൾ കൊതിയോടെ ചോദിച്ചു. അതെ, വളരെ എൻ്റർടൈൻമെൻ്റ് ആണ്. എൻജോയ് ചെയ്യാനും വിശ്രമിക്കാനും പറ്റിയൊരു മൊബൈൽ ട്രിപ്പ്. പിന്നെ ഏറെ നേരം മറിയ പലതും ചോദിച്ചു പറഞ്ഞും സെബാനോട് സംസാരിച്ചു. പാവൻ ചേട്ടൻ, എത്ര ശുദ്ധഹൃദയം അവൾക്ക് തോന്നി. അന്ന് പിന്നീട് പല സമയത്ത് വിളിച്ചപ്പോഴൊക്കെ ലിജിയുടെ ഫോൺ ബിസി തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ സെബാൻ ലിജിയുടെ അമ്മച്ചിയുടെ ഫോണിൽ വെറുതെ മിസ്സടിക്കും. അപ്പോൾ മറിയായിരിക്കും തിരിച്ചങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നത്. ലിജിയുമായുള്ള എൻഗേജ്മെൻറ്റിന് ശേഷം നാട്ടിൽ നിന്നും കപ്പൽ കയറി എത്തിയ ആദ്യത്തെ ഒരാഴ്ച കാണിച്ച മനോഭാവമല്ല ലിജിയുടെ ഇപ്പോഴത്തേതെന്ന് സെബാന് തോന്നി. നാട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ന്യൂസിലൂടെ അറിയുന്ന സെബാന് അതിൽ ചില പന്തികേടുകൾ തോന്നാതിരുന്നില്ല. എങ്കിലും അവനത് പുറമേ അറിയിച്ചില്ല. കപ്പൽ ന്യൂസിലൻഡിൽ നിന്നും ഹോൾട്ട് കഴിഞ്ഞ് പുറപ്പെട്ടു. 3 ദിവസത്തിനു ശേഷം ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ കിട്ടിയ സമയങ്ങളിൽ സെബാൻ ലിജിയെ വിളിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് തോന്നുന്ന ചില നേരങ്ങളിൽ ഫോൺ എടുക്കും. പ്രത്യേകിച്ചൊന്നും ചോദിക്കാനോ പറയാനോ സെബാന്റെ അവസ്ഥകളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ അവൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചില്ല. യെസ് എന്നോ നോ എന്നോ മാത്രം പറഞ്ഞ് അവൾ ഒരു ഔപചാരികമായ സംഭാഷണം എന്ന നിലയിൽ സെബാന്റെ വിളികളെ കണ്ടു. സെബാനും അതത്ര കാര്യമാക്കിയില്ല. എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടുണ്ടാവും. നാട്ടിൽ ചെന്നൊക്കെ പറഞ്ഞ് നേരെയാക്കിയെടുക്കണം. ഇപ്പോഴത്തെ കുട്ടികളല്ലേ. ഈ കാലയളവിൽ മറിയ എന്ന ലിജിയുടെ അനിയത്തിയെ കൂടുതൽ മനസ്സിലാക്കാനും അവളോട് കുറേ നേരം സംസാരിക്കാനും പറ്റി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സെബാന് ലീവ് കിട്ടി നാട്ടിലെത്തി. ലിജിയുടെ മാതാപിതാക്കൾ വിവാഹത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ തുടങ്ങി. ഇടയിൽ കിട്ടിയ ഒരു ഞായറാഴ്ചയിൽ ലിജിയും സെബാനും പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിച്ചു. വിവാഹത്തിന്റെ തലേന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലിജിയും ഋതുവും ഒളിച്ചോടി. വിവരം അറിഞ്ഞ് ഇരു വീട്ടുകാർക്കും നാണക്കേടായി. മകൾ ഒളിച്ചോടിയ വിവരം അറിയാതെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ നാളെ വന്നു ചേരും. വീട്ടിൽ ഗംഭീരമായ വിവാഹ ഒരുക്കമാണ് വിവാഹത്തിനായി ഉണ്ടാക്കിയത്. ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള ഭക്ഷണവും പന്തലുകളും മറ്റു ചമയങ്ങളും എല്ലാം വൃഥാവിലാകാൻ പോവുകയാണല്ലോ ഈശോ. ലിജിയുടെ അപ്പച്ചൻ ഇതൊക്കെ ഓർത്തപ്പോൾ ബോധക്കേടുണ്ടായി. ഞാൻ എന്ത് ചെയ്യും കർത്താവേ? അയാൾ തൻ്റെ ജീവൻ ഒടുക്കാനായി ഒരു തുണ്ട് കയറിനായി പരതി. ഇത് കണ്ട് അയാളുടെ ഭാര്യ വലിയ വായിൽ നിലവിളിച്ചു. അതുപോലെ തന്നെയായിരുന്നു സെബാന്റെ വീട്ടിലും വലിയ ഒരുക്കമായിരുന്നു. അവരും ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ നിന്നും സെബാന്റെ സുഹൃത്തുക്കളായ വിദേശികൾ വരെ അതിഥികളായി വന്നു. പട്ടണത്തിലെ ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ് നാളെ നടക്കുന്ന വിവാഹം കാണാൻ. എന്തു ചെയ്യും? സെബാനും ഒരെത്തും പിടിയും കിട്ടിയില്ല. വിവരം അറിഞ്ഞപ്പോൾ സെബാന്റെ അമ്മച്ചിയും അല്പം ബോധക്കേടിലാണ്. കാരണം അവരാണ് മുൻകൈയെടുത്ത് ഈ വിവാഹ പെണ്ണിനെ കണ്ടത്, മകന് വേണ്ടി ഏർപ്പാടാക്കിയതും. ആരും അങ്ങനെ തളരാൻ തയ്യാറല്ലായിരുന്നു. അത്തരം ഒരു പ്രവൃത്തി ആദ്യം കണ്ടത് നമ്മുടെ മറിയയിലായിരുന്നു. വിഷം കഴിക്കണോ കയറെടുക്കണോ എന്ന് കരുതി നെട്ടോട്ട് ഓടുന്ന അപ്പച്ചനെ അവൾ തടഞ്ഞു നിർത്തി സംസാരിച്ചു. അപ്പച്ചൻ ചാവണ്ട, ഈ വിവാഹം നടക്കും പറഞ്ഞ സമയത്ത് ഏർപ്പാടാക്കിയ പള്ളിക്കുള്ളിൽ കർത്താവിൻ്റെ തിരുമുമ്പിൽ വെച്ച് തന്നെ. ഈ മറിയ സെബാനും ഇന്നുകെട്ടാൻ നിന്നു കൊടുക്കും. സത്യമാണോ മോളെ നീ പറയുന്നത്? അപ്പച്ചൻ സമാധാനിക്ക്. സത്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് സെബാൻ ചേട്ടനെ കെട്ടാൻ താല്പര്യമാണ്. അപ്പോഴേക്ക് സെബാന്റെ കോൾ അപ്പച്ചന് വന്നു. അപ്പച്ച, ഞാൻ സെബാനാണ്. ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ലിജി നമ്മളെല്ലാവരെയും ചതിച്ചിട്ട് പോയി. കുറച്ച് നാട്ടുകാർക്കേ അതറിയൂ. നാളെ വന്നുകൂടുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു വിവാഹമാണ് പ്രധാനം. അപ്പച്ചൻ മകളെ കെട്ടിച്ചു തരാം എന്ന് വാക്ക് തന്നതാണല്ലോ. അതുകൊണ്ട് അപ്പച്ചനോട് ഞാൻ ചോദിക്കുകയാണ്, മറിയ അപ്പച്ചൻ്റെ മകള് തന്നെയാണല്ലോ?
അപ്പച്ചൻ്റെ രണ്ടാമത്തെ മകളായ മറിയയെ ഞാൻ നാളെ കെട്ടിക്കോട്ടെ. ഇത് കേൾക്കെ ആ അപ്പച്ചൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കെട്ടിക്കോടാ മോനെ, നീ കെട്ടിക്കോ. നാളെ എൻ്റെ മോളെ ഞാൻ നിനക്ക് പള്ളിയിൽ കൊണ്ടുതരാം, നീ കെട്ടിക്കോ. അതും പറഞ്ഞ അയാൾ വാവിട്ട് കരഞ്ഞു. വിവരം അറിഞ്ഞപ്പോൾ സെബാന്റെ അമ്മച്ചിക്കും സന്തോഷമായി. പുകഞ്ഞ കൊള്ളിപ്പുറത്ത് പിറ്റേ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ മറിയയെ സെബാസ്റ്റ്യൻ ജോ ആ പള്ളിയിൽ അൾത്താരയിൽ കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നുകെട്ടി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.